കഥയുടെ ഉത്ഭവം. പച്ചപ്പൂവും ഹരിതാപയും നിറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിന്റെ കിഴക്കേ ദിക്കിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അപ്പൊ എങ്ങനെയാ, വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ അധികം ചളാക്കുന്നില്ല. നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? ഉഫ്, എന്തടിപൊളി വീടല്ലേ. അപ്പോൾ ഇതാണ് ഈ നാട്ടില് അത്യാവശ്യം അറിയപ്പെടുന്ന നമ്മുടെ തെക്കേടത്തെ തറവാട്. അതെ, ആരാ അത്? ഇത് ജാനകി മോഹൻദാസ്, ഈ വീട്ടിലെ കുടുംബനാഥൻ. സ്നേഹത്തോടെ എല്ലാവരും ജാനു എന്ന് വിളിക്കും. ഒരു മലയാളം അധ്യാപിക കൂടിയാണ്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അല്ല, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. പരിചയപ്പെടുത്താനോ? അതെന്തിനാ? അല്ല, ഒരു കഥയൊക്കെ തുടങ്ങുമ്പോൾ ഇതൊക്കെ അതിൻ്റെ കീഴ്വഴക്കങ്ങളല്ലേ, നമ്മളായിട്ട് അതൊക്കെ തെറ്റിക്കണോ? ഓ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. മോളൊന്ന് നേരത്തെ പറഞ്ഞിരുന്നേ ഞാനൊന്ന് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുമായിരുന്നു. ജാനമ്മ പ്യാൽ. ഈ പെണ്ണിനെ കൊണ്ട് നിങ്ങൾ കേട്ടോ ഇത്? ഇപ്പം ആ പാല് ചോദിച്ച് കരഞ്ഞ പൂച്ചയാണ്. അയ്യോ, ആ കുട്ടിയാണ് ജാനകി മോഹൻദാസിൻ്റെ ഇളയ പുത്രി ചൈത്ര മോഹൻദാസ്. ചച്ചു എന്നെല്ലാവരും വിളിക്കും. ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്, BA സുവോളജി. ആളൊരു സകല കലാ വല്ലഭിയാ. ഈ പെണ്ണിനെ കൊണ്ട് അലരണ്ട, ദാ വരുന്നു. ഒരു പണി ചെയ്യാൻ സമ്മതിക്കൂല. രാവിലെ എണീറ്റാ തുടങ്ങും അമ്മേ അമ്മേ അമ്മേ. പെണ്ണല്ലേ നീ, നേരത്തെ എണീറ്റ് എന്തേലൊക്കെ ചെയ്യാൻ സഹായിച്ചൂടെ നിനക്ക് ചച്ചു? അതെങ്ങനെയാ? രാത്രി നട്ടപ്പാതിരി വരെ ആ കുന്ത്രണ്ടത്തിൽ കുത്തിയിരിക്കും. ഞാനൊക്കെ നിന്റെ പ്രായത്തിലേ രാവിലെ 5 മണിക്ക് എണീറ്റ് പല്ല് തേക്കണ വരെ കിണറ്റിന്ന് വെള്ളം കോരിയിട്ട് വേണം. വല്ലതും അറിയോ നിനക്ക്? ഓ ഭഗവാൻ, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. അയ്യോ എൻ്റെ അമ്മേ, എന്നോ ഇത് തന്നെയല്ലേ രാവിലെ തന്നെ വാമൊഴി. എനിക്ക് എൻ്റെ അമ്മ അല്ലാണ്ട് വേറെ ആരാ ഇതൊക്കെ ചെയ്തു തരാനുള്ള? അമ്മ എൻ്റെ മുത്തല്ലേ. അപ്പം ശരി, എന്നാ ഞാൻ പോട്ടെ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അമ്മ, ഇനി എന്താ? അച്ഛനെ കണ്ട അമ്മ? എന്നൊന്നാ ജംഗ്ഷൻ വരെ ആക്കാൻ പറയാനായിരുന്നു. ആവോ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പത്രവും പിടിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് നോക്ക്. അച്ഛാ, അച്ഛാ, എവിടെയാണോ എന്തോ. എന്താ മോളെ? അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കേടത്ത് മോഹൻദാസ്, ഈ വീട്ടിലെ ഇപ്പോഴത്തെ കാരണവർ. ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്, എന്നാൽ പട്ടാളത്തിൽ ജോലി ചെയ്ത ഒരാളെന്ന് പറയേ ഇല്ല. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അച്ഛാ, എന്നെ ഒന്നാ ജംഗ്ഷൻ വരാക്കിത്താ. അല്ല, നീ എങ്ങോട്ട് ഇത്രയും നേരത്തെ? ഇന്ന് ക്ലാസ് ഉണ്ടോ അതിന്? ആ, ഇന്ന് NSSൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതാ. എന്നാ മോള് പോയി ആ വണ്ടീൻ്റെ ചാവി എടുത്തോണ്ട് പോവാ, അച്ഛനാക്കി തരാം. ജാനു, കാപ്പിയായോ? ഓ, അടുത്തത് വന്നോ അവളെ ജംഗ്ഷനിലാക്കിയിട്ട്? ആ, അല്ല ജാനു, ഇന്നെന്താ ചായക്ക് കടി? ഇന്ന് നല്ല സുടാ ദോശ. എൻ്റെ ജാനു, എന്നും നിനക്ക് ഈ സുടാ ദോശയേ ഉള്ളൂ? വെറൈറ്റി ആയിട്ട് നല്ല പത്തിരിയോ ഇടിയപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൂടെ? ഓ, എന്നാ നാളെ മുതലേ നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നെ സഹായിക്കേ. ഈ രാവിലെ എണീറ്റ് ജാനു കാപ്പിന്നും പറഞ്ഞ് പത്രം എടുത്താൽ ഉമ്മറത്ത് പോയിരുന്നു. ഉജ്ജയിനിയിലെ ഗായിക പാട്ടും വെച്ചിരിക്കണ അത്ര സുഖമൊന്നുമല്ല ഈ രാവിലെ എണീറ്റ് അടുക്കളപ്പണി എടുക്കാൻ. ഓരോന്ന് എണീറ്റാ തുടങ്ങും. അമ്മേ കാപ്പി, അമ്മേ ചായ, അമ്മേ പാല്, അമ്മേ ഷർട്ട്, അമ്മേ സോക്സ്. ഹൂഫ്, ഞാൻ കുപ്പിന്ന് വന്ന ഭൂതമൊന്നുമല്ല ഇങ്ങനെ വിളിക്കുമ്പോൾ ഓടിയെത്താൻ. അല്ല, ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. സോറി ജാനു, നിന്റെ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കിയില്ല. എൻ്റെ ജാനുവിനെ സഹായിക്കാൻ ഞാനുണ്ട്, എന്ത് സഹായ വേണ്ടേ? അയ്യോ, നിങ്ങൾ അടുക്കളയിൽ കയറിയിട്ടുള്ള സഹായമൊന്നും എനിക്ക് തൽക്കാലം വേണ്ട. എൻ്റെ 2 പുത്തൻ പ്ലേറ്റാ കഴിഞ്ഞ ദിവസം എന്നെ സഹായിച്ചിട്ട് പൊട്ടിച്ചത്, ഓർമ്മയുണ്ടാവോ? അതിന് പകരം ഞാൻ 4 പ്ലേറ്റ് വേറെ മേടിച്ച് തന്നില്ലേ ജാനു?
എല്ലാ പ്രാവശ്യം അതുപോലെ അബദ്ധം പറ്റണം എന്നില്ലല്ലോ. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഉച്ചത്തേക്ക് ഉപ്പേരി വെക്കാൻ ഇത്തിരി ക്യാരറ്റോ ഉള്ളിയും ബീൻസോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞു തരുമോ? ഇത്രയേ ഉള്ളൂ? ഇതൊക്കെ സിമ്പിൾ അല്ലേ എനിക്ക്. ഇപ്പൊ ശരിയാക്കി തരാം. ഉച്ചയിനിയിലെ ഗായിക. അരേ വാ, ഞാൻ ഇത്രയും വലിയൊരു ഗായകനൊക്കെ ആയിരുന്നു. സവാള ഗിരിഗിരി സവാള ഗിരിഗിരി. ഓക്കെ, നെക്സ്റ്റ് ക്യാരറ്റ്. അല്ലപ്പ, ഇതിപ്പോ എങ്ങനെയാ? ഇങ്ങനെയൊക്കെയാണോ ദൈവമേ? തമ്പുരാനറിയാം, അവൾ അറിയണ്ട എന്നെ കൊല്ലും. ഏറ്റും പോയി. ജാനു, എന്താ ഏട്ടാ? എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു മനുഷ്യ, ഇത് ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇങ്ങനെ മുറിച്ചിട്ട് സൈഡ് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ചുക്ക് 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 ചക്കാന്ന് ചെറുതായിട്ട് അരിയണം. എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? തൽക്കാലം നിങ്ങൾ എന്നെ അരിഞ്ഞ് സഹായിക്കണ്ട, അതിൻ്റെ തോല് മാത്രം ഒന്ന് കളഞ്ഞു തന്നാൽ മതി. അത് ഞാൻ ഏറ്റു. ഇതെനിക്ക് സിമ്പിളാ. ജാനമ്മേ, ശരണമയ്യപ്പ. ഓ, നീയായിരുന്നോ? അതെ, ഞാൻ തന്നെ. ഊഫ്, ആ ഓമനുള്ള മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഇതാണ് നമ്മുടെ സ്വന്തം ഗൗരി നന്ദൻ, നന്ദു. അടുപ്പം കൂടിയവർ ഇവനെ ഗൗരിയെന്നും വിളിക്കും. ഈ വീട്ടിൽ ജനിച്ചു വളർന്നതല്ലെങ്കിലും 24/7 ഇവിടെ തന്നെയാണ്. ഞാൻ വിചാരിക്കായിരുന്നു എന്താ വരാത്തേന്ന്. എന്താ മോനെ ലേറ്റായേ? അല്ലെങ്കിൽ നേരത്തെ ആണല്ലോ. എൻ്റെ അമ്മേ, ഒന്നും പറയണ്ട. വീട്ടിലെ പണി എടുത്തെടുത്ത് നടു ഒടിഞ്ഞു. എന്താടാ നിനക്ക് ഇത്രമാത്രം വീട്ടിലെ പണി? അല്ല, ആരീത്? നമ്മുടെ ദാസേട്ടനാ. എന്താ മാമ കയ്യില്? കാപ്പിയാണോ? ജാനമ്മേ, എനിക്കും കൂടെ ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് തരുമോ? പിന്നെന്താ? അല്ലമ്മേ, നമ്മളെ മൈക്കിൾ ജാക്സൺ എണീറ്റില്ലേ? മൈക്കിൾ ജാക്സൺ, അവൻ്റെ കാര്യമൊന്നും നീ പറയാത്തതാ മോനെ ഭേദം. എന്തിനാണോ ദൈവമേ എനിക്കിങ്ങനെ രണ്ടെണ്ണ. അയ്യോ, എൻ്റെ ദോശയല്ലേ കരിഞ്ഞു മുടക്കുന്നേ? ഹായ്, ഇന്നും ദോശയാ? അല്ല മാമ, അവൻ എണീറ്റില്ലേ? ഉണ്ണി പേടിക്കണ്ട, വൈകാതെ എണീറ്റോളും. അതെന്ത് മാമ അങ്ങനെ ഒരു ഡോക്ക്? കാണാൻ പോകുന്ന പൂരം ഞാൻ എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? അയ്യോ, യു മീൻ ഇപ്പ പോയത് അങ്ങോട്ടേക്കുള്ളതാണോ? ആ, അത് തന്നെ. മനസ്സിലായല്ലോ ഇപ്പോ? സൂക്ഷിച്ചിരുന്നോ, ഇപ്പൊ ഒരു പൊട്ടല് പൊട്ടും. 1 2 3. ഡാ കിച്ചു, മര്യാദക്ക് എണീറ്റോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ആ, അടിപൊളി. അപ്പൊ എങ്ങനെയാ മാമ, നമ്മൾ ഇവിടെ നിൽക്കണോ അതോ അങ്ങോട്ട് പോണോ? നമുക്ക് തൽക്കാലം ഇവിടെ ഇരിക്കാം, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഈ ചെക്കനെ കൊണ്ട് മടുത്തു. എടാ കിച്ചു, നീ എണീക്കോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇവൻ രാവിലെ തന്നെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കും. അച്ചോടാ, അമ്മേൻ്റെ വാവ് ഉറങ്ങുവാണോ? കിച്ചു, അമ്മേൻ്റെ മോനെ, എണീക്കട കുട്ടാ. ഡാ, മര്യാദയ്ക്ക് എണീറ്റോ, അല്ലെങ്കിൽ മേത്ത് കൂടെ ഞാൻ വെള്ളം കോരി ഒഴിക്കും. എന്താ ഇത് രാവിലെ തന്നെ? കാലപ്പില്ല. ഞാനൊരു 5 മിനിറ്റ് കൂടെ കിടന്നുറങ്ങട്ടെ. പോ. ആ, അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ ചേതൻ മോഹൻദാസ് അഥവാ മൈക്കിൾ ജാക്സൺ. നേരത്തെ കേട്ടിട്ടുണ്ടാവുമല്ലോ. പുള്ളിക്കാരൻ ഡിഗ്രി 2nd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആ, ഇത്തിരി കുരുത്തക്കേടൊക്കെ ഉണ്ട് കയ്യിൽ, പക്ഷെ വേണ്ടാത്തൊന്നും പുള്ളി ചെയ്യില്ല. നന്ദുവിൻ്റെ കടലാസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. നന്ദുവും കിച്ചു ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. പണ്ട് മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നു വന്ന കൂട്ടുകാരാണ് ഇരുവരും. ഒരു മതിലുകൾ തമ്മിലുള്ള വ്യത്യാസേ സത്യം പറഞ്ഞ ഇവർ തമ്മിലേ ഉള്ളൂ. കിച്ചുവിന് നന്ദുവും നന്ദുവിന് കിച്ചു, എപ്പോഴും അങ്ങനെയാണ്. ഡാ കിച്ചു മോനെ, നിനക്ക് സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ? സമയം എത്രയെന്നുള്ള വല്ല ബോധമൊന്നുമില്ല, പക്ഷെ എനിക്ക് കിടന്ന് അമ്മേൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും എന്നുള്ള ബോധം എനിക്ക് ചെറുതായിട്ടുണ്ട്. ആ ബോധമുള്ളത് എന്തായാലും നന്നായി. പൊന്നൂനെ എണീറ്റേ. എന്തൊരു കഷ്ടം, എണീറ്റോളാ. വേഗം എണീറ്റിട്ട് നീ താഴോട്ട് വരാൻ നോക്ക്. ആ, വരാ. ദൈവമേ, ഈശ്വര, ഇന്ന് നല്ലൊരു ദിവസമായിരിക്കണേ. ഓം ഗ്രീൻ കുടിച്ചതാ ഹുഷ്.
ആര് പറഞ്ഞു മ്യാവൂ? ഹായ്, എല്ലാരും പ്രസന്റ് ആണല്ലോ. ഹായ് പിതാശ്രീ, ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അമ്മേ, കടുപ്പത്തില് മധുരം കുറച്ചൊരു ചായയല്ലേ എന്നാ. താങ്ക്സ് മമ്മ. അല്ലപ്പാ, ആരിത് രാവിലെ തന്നെ എത്തിയല്ലോ. എന്താണ് മോനെ ഇന്നത്തെ പരിപാടി? എന്ത് പരിപാടി? നിനക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ, പിന്നെ എനിക്കെന്തുണ്ടാവാനാ? ഓ അമ്മ, ഇന്ന് സ്പെഷ്യലായിട്ട് ദോശ ചമ്മന്തി ആയിരിക്കൂലേ? അല്ല, ഇന്ന് നല്ല വെറൈറ്റി ആയിട്ട് ചമ്മന്തിയും ദോശയാ. അയ്യോ, നല്ല കോമഡി. എന്തായാലും ഒരു ദോശയും ചമ്മന്തി ഇങ്ങോട്ട് പോന്നോട്ടെ. അല്ല, ഇതെന്താ ഹോട്ടലോ? ഉഫ്, അടുത്ത കോമഡി. ഡാ നന്ദു, നീ കഴിക്കുന്നില്ലേ? പിന്നല്ലാണ്ട്. അല്ലട നന്ദു, നീയല്ലപ്പോ ഞങ്ങളോട് കഴിച്ചേ. അതെന്ത് വർത്താനാ മാമ? എന്റെ കിച്ചു ഒറ്റയ്ക്കാവൂലേ? അമ്മേ, ഒരു പ്ലേറ്റ് ദോശ ഇങ്ങോട്ട് ഓടി. എന്നാ ബില്ല്. എന്തിന്? അല്ല, രണ്ടും ചായക്കടയിൽ കയറിയ അവസ്ഥയാണല്ലോ, അതുകൊണ്ട് ഇതിനൊരു കുറവിന് വേണ്ട. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മേ, ഐ റെസ്പെക്ട് യു അമ്മ, ഐ റെസ്പെക്ട് യു. താങ്ക് യു മോനെ, നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ മനോവിഷമം. ജാനു, യു ടു. പിന്നല്ലാണ്ട് എന്നും ഒരേ സാധനം അറിയേണ്ട പണ്ട് യുദ്ധക്കാലത്തുള്ള കോമഡിയൊക്കെ അടിച്ചോണ്ടിരിക്കുന്നത്. ഏട്ടനും പ്രായമായി, ഏട്ടൻ്റെ കോമഡിക്കും പ്രായമായി. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെയൊന്നും ആർക്കും വേണ്ട, എനിക്ക് വിഷമൊന്നുമില്ല. എന്നാലും മറിയുടെ മീൻകുട്ടി, മറിയുടെ മീൻ്റെ സോപ്പ് പെട്ടി. അമ്മ, ചച്ചു ഇവിടെ? അവക്കെന്തോ NSSന്റെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ വല്ല NSSനും കൂടിയാൽ മതിയായിരുന്നു. എന്നാ ഇപ്പം 2 ഗേൾസിന് സെറ്റാക്കായിരുന്നു. കൊടുക്കാനിട്ടല്ലല്ലോ, കയ്യിലിരിപ്പോണ്ട് കിട്ടാത്തല്ലേ. പറയുന്ന ആൾക്ക് കിട്ടിയില്ലല്ലോ. അതിന് ഞാൻ കൊടുത്തിട്ടില്ലല്ലോ മോനെ, എനിക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട്. നിങ്ങൾ 3 പേരും പോയിട്ടേ ആ പറമ്പിൽ കാപ്പിക്കൊക്കെ ഒന്ന് വളട്ടെ. ഇനി ഇവിടെ ഇരിക്കുന്നത് ബുദ്ധിയല്ല, പണി കൊടുത്തിട്ട് മുങ്ങ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ക്ലബിൽ പോവാണേ, ബായ്. ഡാ എന്നെയും കൊണ്ടുപോടാ. മാമാ നോക്ക്. ഇനി നോക്കിയിട്ട് കാര്യമില്ല. തൂമ്പ പുറകുവശത്തുണ്ട്, വളം ഇപ്പുറത്തുണ്ട്. വളം ഞാനെടുക്കും, തൂമ്പ നീ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ശവം ജാനും എടുക്കും. അല്ലടാ, കിച്ചു ഇവിടെ? അവൻ കൊടായിപ്പ, അവൻ മുങ്ങി. ഒരാൾക്ക് പണി കൊടുത്തപ്പോ എന്തൊരു സന്തോഷം. ടപ്പ് ടപ്പ് ജാനകി. 6.5 hours later. ഹായ്, നല്ല ശാന്തമായ അന്തരീക്ഷം. ഹായ്, നല്ല ബിരിയാണീൻ്റെ മണം. ഇവിടുത്തെ അടുക്കളയെന്നല്ലേ? അതെ, ഇവിടുത്തെ അടുക്കളയെന്ന് തന്നെ. ഇനി അല്ലേ അമ്മേ? ആ, നീ വന്നോ? വാ, അമ്മ കഞ്ഞി എടുക്കാം. കഞ്ഞിയോ? പറഞ്ഞത് മാറിപ്പോയതാണോ? ഇനി പോയി നോക്കാം. ഇന്നാ മോനെ നല്ല ചൂട് കഞ്ഞി. കഞ്ഞിയോ? ഇവിടെ നല്ല ബിരിയാണീൻ്റെ മണമുണ്ടല്ലോ. നോക്കണ്ടടാ ഉണ്ണി, അത് ഇവിടെ തന്നെയാ. നോക്ക്, നല്ല ചൂട് ബിരിയാണി. അല്ലമ്മേ, അപ്പൊ എനിക്ക് ബിരിയാണി ഇല്ലേ? തൽക്കാലം നീ കഞ്ഞി കുച്ചാ മതി. നിന്നോട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ നീ മുങ്ങിയിട്ടല്ലേ. എൻ്റെ നന്ദുമോനും ഏട്ടനും മാത്രമേ ഉള്ളൂ ബിരിയാണി. അവർക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട്. അമ്മേ, ഇത് ചതിയാട്ടോ. കുറച്ച് ചൂട് ബിരിയാണി, ഒരു ചെറിയ കഷ്ണം ചിക്കൻ, ഇത്തിരി സാലഡ്, ഇത്തിരി ചമ്മന്തി. ഹോ, എൻ്റെ പൊന്നെ, എന്തൊരു ടേസ്റ്റാ. എടാ, നിന്നോട് ദൈവം ചോദിക്കും, നോക്കിക്കോ. നാളെ നിനക്ക് വയറുവേദന എടുത്ത് കരയും. അപ്പോൾ നീ എന്നെ വിളിക്കുമല്ലോ, എടാ കിച്ചു ഒന്ന് ഹോസ്പിറ്റലിൽ പോടാ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നിന്നെ കാണിച്ചിരടാ, ദുഷ്ട. അയ്യോ, മതി, ഏട്ടൻ്റെ അനിയൻകുട്ടൻ വാ തുറന്നേ. അങ്ങനെ വഴിക്ക് വാ, എന്നോടാ കളി. നീ ഇങ്ങോട്ട് വന്നേ കുട്ടാ. ജാനുമ്മേ, ആ ബിരിയാണി കവർ വേഗം എടുത്തവന് കൊടുത്തേക്ക്. അല്ലെങ്കിൽ ആ ദോശ ചുടാൻ ജാനുമ്മയും അത് തിന്നാൻ ഞങ്ങളും ഉണ്ടായിന്ന് വരില്ല. വേഗം ആയിക്കോട്ടെ. 1 hour later. ചച്ചു, ഇന്ന് നിന്നാരാ കൊണ്ടാക്കിയേ? എൻ്റെ കോളേജിലെ ഫ്രണ്ട്. എന്താട്ടാ? കോളേജിലെ ഫ്രണ്ട് അവനോ അതോ അവളോ? അതെന്താടാ കിച്ചു നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അവള് ബൈക്കിൽ വരുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ.
അതെന്താ ഇന്നത്തെ കാലത്ത് ഗേൾസിന് ബൈക്ക് ഓടിച്ചൂടെ? ആവാലോ, പക്ഷെ നമ്മളെ കോളേജിൽ അങ്ങനെ ആരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓ മൈ ഗോഡ്, എൻ്റെ പെങ്ങൾ. സത്യം പറ ചച്ചു, നിന്റെ കള്ള കാമുകനല്ല അത്? അയ്യേ, നിങ്ങൾ ഇത്ര ചീപ്പായിരുന്നോ? എൻ്റെ കാമുകനൊന്നും അല്ലത്. അവള് ഫസ്റ്റ് ഇയർ ആണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അവള് കുറച്ചായിട്ട് ലീവൊക്കെ ആയിരുന്നു. ഞങ്ങൾ തന്നെ ഇന്നാണ് മര്യാദയ്ക്ക് പരിചയപ്പെടുന്നത്. പിന്നുണ്ടല്ലോ അമ്മേ, ശരിക്കും അവള് ജനിച്ചതും വളർന്നതൊക്കെ പുറത്താ. പിന്നെ എന്തൊക്കെയോ ഇഷ്യൂ ആയിട്ട് നാട്ടിലേക്ക് വന്നതാ. അങ്ങനെയാണ് ഞങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ അവൾക്ക് പറയാൻ മാത്രം ആരുമൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ പുറത്താന്ന് പറയുന്നത് കേട്ടു. ആളടിപൊളിയാ. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അധികം ആരോടും അങ്ങനെ കമ്പനി കൂടുന്ന ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എനിക്കിഷ്ടായി. ആള് കൊള്ളാം. കിച്ചു കിച്ചു, എന്താടാ? എടാ ചച്ചു മറ്റേതാണോ? എന്ത് മറ്റേത്? ഈ ചെറുക്കൻ. എടാ മറ്റേതില്ലേ, ലബനീസ്. പുല്ല് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ വേണ്ടാത്ത വർത്തമാനം പറയുന്നു. എന്താടാ, ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചതല്ലേ, നീ എന്തിനാ ചീത്ത പറയുന്നത്? എന്താ അവിടെ ഒരു ചർച്ച? അതുണ്ടല്ലോ അച്ഛാ, ഈ നന്ദു പറയാണേ നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോന്ന്. എടാ ദുഷ്ട, ഞാൻ എപ്പോഴാടാ പറഞ്ഞേ? ഡാ ഡാ ഡാ, വന്ന് അച്ഛനോട് എന്ത് ചോദിക്കാനായോ നിനക്കൊക്കെ? അങ്ങനെ ചോദിക്കു ജാനു. അല്ല ഇത് നിങ്ങൾ മിണ്ടരുത്. നിങ്ങളെ കണ്ടിട്ടല്ലേ മനുഷ്യ ഇവര് രണ്ടെണ്ണം പഠിക്കുന്നത്. അതെങ്ങനെയാ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ. ഉഫ്, എൻ്റെ തലവിധി. മോള് വാ മോളെ, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ഇതിപ്പോ ഞാനാരായി? രണ്ടെണ്ണത്തിനും തൃപ്തിയായോ ആവോ? സമാധാനമായല്ലോ രണ്ടെണ്ണത്തിനും. എന്താ ഈ ആലോചിക്കുന്ന രണ്ടെണ്ണം? ഇനി എനിക്കിട്ട് എന്ത് പണിയാന്നായിരിക്കും അല്ലേ? അല്ല, ഇന്ന് രണ്ടെണ്ണം ഇവിടെയാണോ അതോ അവിടെയാണോ? ഞാൻ എൻ്റെ അല്ല അച്ഛൻ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഇവിടെയാ. എന്നാ മിണ്ടാണ്ട് രണ്ടെണ്ണം പോയിക്കോ. ഇനി നാളെ അല്ലാണ്ട് രണ്ടെണ്ണെങ്ങാനും താഴോട്ട് ഇറങ്ങിയ എന്നെ അറിയാലോ. പിന്നെ 11 മണി എങ്ങാനും കഴിഞ്ഞ് റൂമിൽ ലൈറ്റ് ഞാൻ കാണട്ടെ. അറിയാലോ എന്നെ. മാമന് പട്ടാള ചിട്ടയാണല്ലോ കിച്ചു. അത് കാര്യാക്കൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അധികം ഇനി ഇവിടെ നിൽക്കണ്ട, മെല്ലെ സ്കൂട്ടായിക്കോ. നിക്കടാ അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്താ മാമ? അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? ബ്രാൻഡ് അത് ക്യാപ്റ്റൻ മാർവൽ. എന്തായാലും കുറച്ചേ ആകാവൂ, അധികം ആവരുത്. കെട്ടെങ്ങാനും ഇറങ്ങിയില്ലേ നാളെ അതിറക്കാൻ അമ്മ അങ്ങോട്ട് വരും. അറിയാലോ അമ്മേനെ. യെസ് ബോസ്. എന്നാ പോയിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാമ. പാവം മാമൻ, എന്ത് സ്നേഹാലേ. അതെ അതെ, നീ നടക്ക്. എടാ കിച്ചു, ഈ ചെറിയ എന്തിനായിരിക്കും ടോമിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അതുപോലെ. ഓഹോ, ആരാ? ഞാനാ ചച്ചു. എന്താ പെണ്ണ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? എനിക്ക് നാളെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? ഓ, ഇവിടെ ഉണ്ടായിരുന്നു ഗൗരിക്കുട്ടി. ഇന്ന് ഇവിടെയാണോ നിദ്ര? അതെ, തമ്പുരാട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? നീ പോടാ. കിച്ചു, ഞാൻ പറഞ്ഞത് കേട്ടോ നീ? ഹെൽപ്പ് ചെയ്യാനല്ലേ, നടക്കൂല. ഓഹോ, അങ്ങനെയാ? എന്നാ നിങ്ങളെ തെങ്ങിന്റെ ചോട്ടിൽ കുഴിച്ചിട്ട് ബക്കാറ്റിന്റെ കുപ്പിയേ ഞാൻ അങ്ങ് പൊക്കും. ഭീഷണിയാണോ? അല്ല, ഞാൻ ചെയ്യും. പെങ്ങളെ അരുത്. അപ്പോഴേ ഞാൻ ഈ പൊട്ടനോട് പറഞ്ഞതാ അവിടെ ഒന്നും കുഴിച്ചിടണ്ടെന്ന്. വല്ല അലമാര എന്റെ ഉള്ളിലും വെച്ചാ പുറയിരുന്നത് പൊട്ടാ. ഓ ബുദ്ധിമാൻ, അതാവുമ്പോ ആരും കണ്ടുപിടിക്കൂലല്ലോ. അല്ല, എന്ത് സഹായം നിനക്ക് വേണ്ടേ? അതൊക്കെ ഞാൻ നാളെ രാവിലെ പറയാം. അപ്പൊ ഞാൻ പോട്ടെ ചേട്ടാ. ബൈ ഗൗരിക്കുട്ടി.